പുതിയ പാർട്ടി രൂപീകരിക്കാൻ സംസ്ഥാന JDS നേതൃത്വം. രേവണ്ണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഈ മാസം 9-ന് സംസ്ഥാന ഭാരവാഹി യോഗം ചേരും. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം എന്ന നിർദ്ദേശം ചർച്ചയാകും. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, എന്താണ് ഈ രേവണ്ണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ JDS ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുക എന്ന ആശയത്തിലേക്ക് എങ്ങനെയാണ് JDS നേതൃത്വം കടക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? നമുക്ക് നേരത്തെ തന്നെ അറിയാം, JDS ദേശീയ നേതൃത്വം എടുത്ത നിലപാടുകൾ, അതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വം വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, മുന്നണിക്കകത്ത് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവുകയും CPI അടക്കം ചില മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് JDS സംസ്ഥാന നേതൃത്വത്തിൽ നൽകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നുള്ള ആലോചനയിലായിരുന്നു JDSന്റെ സംസ്ഥാന നേതാക്കൾ. അവിടെയും ചില കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജനതാദൾ ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കി. അതടക്കമുള്ള സാഹചര്യങ്ങളുടെ പുതിയ പശ്ചാത്തലത്തിലാണ് ഈ രേവണ്ണ വിവാദം ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന തലത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ഇപ്പോൾ നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാങ്കേതികമായി ഇപ്പോഴും ദേശീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ JDS. ഈ സാഹചര്യത്തിൽ മുന്നണിയിലെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ പുതിയ വിവാദങ്ങളും അത് മറികടക്കുക എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. 9-ന് സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നായിരിക്കും ഇക്കാര്യത്തിലെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യുക. അതേസമയം ചെറു പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കുള്ള ശ്രമവും നടത്തും. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട്. ജനതാദൾ S, NCP, കേരള കോൺഗ്രസ് B, RSP, ലെനിസ്റ്റ് പാർട്ടികളുടെ ലയനമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയിട്ടുമുണ്ട്. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.